അപ്പൊ ഞാൻ ഇന്ന് 3 പീസ് നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3 പീസ് നൈറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് യോക്ക് നൈറ്റി, അതായത് അമ്മമാരുടെ നൈറ്റി എന്നും പറഞ്ഞ് ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ടായി. ആ നൈറ്റി നന്നായിട്ട് അറിയണം. അറിഞ്ഞാൽ നമുക്കിത് നന്നായി ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നൈറ്റിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ലെങ്ത് എടുക്കുന്നത് ഒരു 54 ഇഞ്ചാണ് ഫുൾ ലെങ്ത്. പിന്നെ ഷോൾഡർ 16 ഷോൾഡറിലാണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഫുൾ ഷോൾഡർ എടുക്കുകയാണ്. ഫുൾ ഷോൾഡർ 8 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ അമ്മമാരുടെ നൈറ്റി എന്ന് പറയുമ്പോൾ യോക്ക് നൈറ്റി അല്ലെങ്കിൽ പ്ലേറ്റഡ് നൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലെങ്ത് നമ്മുടെ ബ്രസ്റ്റിന്റെ ആ സൈസ് അനുസരിച്ച് നമുക്ക് എവിടെ വരാണ് ലെങ്ത് വേണ്ടത് അതുവരാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ എടുക്കുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച്. നമുക്ക് യോക്ക് വീതി എന്ന് പറയുന്നത് ഷോൾഡർ ആണ്, ഹാഫ് ഷോൾഡർ ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഹാഫ് ഷോൾഡർ എന്ന് പറയുമ്പോൾ 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇത്തിരിയുടെ വണ്ണം കൂടിയവർക്ക് നമ്മൾ 8.25 എടുക്കാം, അല്ലെങ്കിൽ 8.5 എടുക്കാം. അപ്പൊ ഞാൻ അതിനെ നമ്മൾ ഇങ്ങനെ ഫീൽഡ് ആക്കുകയാണ്. അതായത് ഇങ്ങനെ ആക്കി ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ. അപ്പൊ യോക്ക് നൈറ്റ് തയ്ക്കുന്ന പോലെ, അല്ലെ പ്ലീറ്റഡ് നൈറ്റ് തയ്ക്കുന്ന പോലെ, അല്ലെ അമ്മമാരുടെ നൈറ്റ് തയ്ക്കുന്ന പോലെ തന്നെ ആണ് നമ്മൾ ഈ അളവുകൾ എടുക്കുന്നത്. അപ്പോ ഞാൻ ആദ്യം എടുത്തത് യോക്ക് ലെങ്ത് ആണ്. പിന്നെ യോക്ക് വിഡ്ത്ത് എടുത്തു. യോക്ക് വിഡ്ത്ത് 8.25 ഞാൻ എടുത്തേക്കുന്ന. ഷോൾഡറിന്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് 2.5 ഇഞ്ച് ഞാൻ ഉയർത്തി എടുത്തിട്ടുണ്ട്. ഉയർത്തി ഞാൻ ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്തത് കേട്ടോ. മറ്റേതിന് നമ്മൾ ഇതിങ്ങനെ നേരെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് വേണ്ട നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. നെക്ക് ലെങ്ത് എടുക്കുന്നത് ഫ്രണ്ടിന്റെ 6, ബാക്ക് 3 ആണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഒന്നിച്ച് തന്നെ നമുക്ക് വരയ്ക്കാം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് ഫ്രണ്ട് ഓപ്പണിന്റെ ആവശ്യമില്ല. നമ്മളല്ലാതെ തന്നെ 3 പീസാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഫ്രണ്ടിന്റെ നെക്ക് നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നെക്ക് എടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഇതിന് എടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഷോൾഡർ ചരിവ് നമുക്ക് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൊടുക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ യോക്ക് വന്നേക്കുന്നത്. പിന്നെ ഞാനിപ്പോ എടുത്തേക്കുന്ന തുണിക്ക് വീതി കൂടുതലാണ്. അപ്പൊ വീതി കൂടുതലുള്ള തുണി വണ്ണമുള്ളവർക്കാവുമ്പോ അത് മതി. വണ്ണം കുറവുള്ളവർക്ക് ഇത്രയും വീതി വേണ്ട. എന്നാലും അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്ലീവ് എടുക്കാം. അപ്പോൾ സ്ലീവ് എടുക്കുന്നതിന് മുമ്പ് യോക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ സ്കേർട്ട് പീസാണ് എടുക്കുന്നത്. സ്കേർട്ട് പീസ് എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ഷേപ്പിൽ വന്ന് നമ്മൾ ഇവിടെ 2.5 എടുത്തേക്കുന്നത്. ഓക്കെ. ഈ 2.5 തന്നെ നമ്മൾക്ക് ഇവിടെയും അളക്കുക. ഇവിടെയും നമ്മൾ ആ 2.5 അളന്നിടണം. 2.5 അവിടെ 3 എടുത്തതെങ്കിൽ ഇവിടെയും 2.5. നമ്മൾ ഇവിടെ 3 തന്നെ എടുക്കണം. ഞാൻ മറ്റേ യോക്ക് നൈറ്റി അല്ലെ പ്ലീറ്റഡ് നൈറ്റി അമ്മമാരുടെ നൈറ്റിയിൽ ഞാൻ കൃത്യമായിട്ട് അത് അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത ഈ അളവ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഈ 2.5 എടുത്തു, ഇവിടെ 2.5. ഇവിടെ 3 എടുത്താൽ ഇവിടെ 3 കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് ആ ഷേപ്പ് വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്കേർട്ട് പീസും വരച്ചു, യോക്ക് പീസും വരച്ചു. ഇനി സ്ലീവ് ആണ്. നമുക്ക് സ്ലീവ് സാധാരണഗതിയിൽ വിട്ടുകൂടിയ തുണി ആയതുകൊണ്ടാണ് ഇത്രയും പീസ് നമുക്ക് വന്നേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട ലെങ്ത് എടുക്കുക. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എത്ര ആണോ അതാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് മടക്കാനായിട്ട് 1 ഇഞ്ച് വിട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ലീവിന്റെ ലെങ്ത് എടുക്കുക. ഞാനൊരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. 8 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഈ സ്ലീവിന് എന്തോരം വണ്ണം വേണമെന്നാണ് അല്ലേ, നമ്മുടെ ഇവിടെ സ്ലീവിന് എടുക്കേണ്ട വീതി എത്ര ആണെന്നാണ് അപ്പൊ നിങ്ങൾക്ക് സംശയം വരുന്നത്. അതിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഒരു വഴിയുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ അളന്ന് നോക്കുക. അതായത് ഇത് തയ്യൽ തുമ്പും കഴിഞ്ഞ് നമുക്ക് വരുന്ന 8 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. ഈ അളവ് നോക്കുക. ഇവിടെ വരുമ്പോ ഇത് 4 വരുന്നുണ്ട്. അപ്പൊ ഇത് 8 ഇത് 4 വരുമ്പോ 12 വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 12ന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഈ തയ്ച്ച് തുമ്പൊക്കെ പോവും. അപ്പൊ നമുക്കൊരു 10ഓ 11ഓ എടുത്താൽ മതിയാവും. എളുപ്പ വഴിയാണ് കേട്ടോ ഇത്. അപ്പൊ ഞാനൊരു 10.5 എടുക്കുന്നുള്ളൂ. ഞാൻ നേരെ 10.5 വരച്ചു. ഓക്കെ. വരച്ചിട്ട് ഇവിടെ നിന്ന് നേരെ താഴേക്കൊരു 4 ഇഞ്ച്. ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ
ഈ താഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 4 ഇഞ്ച് എടുക്കുന്നത്. അത് സ്ലീവ് ലെങ്ത് കുറവുള്ളവർക്കും 4 ഇഞ്ച് എടുത്ത് തന്നെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. അല്ലെങ്കിൽ 3.5 എടുത്താലും മതിയാവും. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത കൈയുടെ വണ്ണമാണ്, അത് താഴത്തെ വണ്ണമല്ല, മുകളിലത്തേക്ക് റൗണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ 10.5 എടുത്തു. അവിടെ നിന്നുള്ള താഴ്ച ഞാൻ എടുത്തത് 4 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. ഓക്കെ. കാരണം നമ്മളുടെ നൈറ്റിയുടെ ആവുമ്പോൾ നൈറ്റിക്ക് അധികം ഷേപ്പ് നമുക്ക് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് മാത്രം കൊടുത്താൽ മതി. പിന്നെ താഴത്തെ നമുക്ക് മടക്കി അടിക്കാനുള്ള പീസ് ഇത്രയും മാത്രം സ്ലീവ് മതി കേട്ടോ. സ്ലീവിന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ വണ്ണം നമ്മൾ എടുത്തത്, അതായത് മുകളിലത്തെ വണ്ണമാണ്, ഈ വണ്ണം എടുത്തേക്കുന്നത് 10.5 ഈ 10.5യുടെ പോയിന്റിൽ നിന്ന് താഴേക്ക് 4 ഇഞ്ച് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. സ്ലീവ് വ്യക്തമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് നൈറ്റിയുടെ സ്ലീവ് അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഉള്ള തുണിയിലാണ് ആ സ്ലീവ് എടുക്കുന്നത്. കാരണം ഈ നൈറ്റിയുടെ ബിറ്റ് വരുന്നത് തന്നെ വളരെ വിട്ട് കുറഞ്ഞ തുണിയാണ്, 36 ഇഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ അല്ലാതെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതിലാണ് സ്ലീവ് ലെങ്ത് കൂട്ടിയെടുക്കാനൊക്കെ കിട്ടുന്നത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് അതിന് ഉള്ള അത്രയും മാത്രം തുണിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആ പീസാണ് എടുത്തേക്കുന്നത്. അപ്പൊ വീതി 10.5 എടുത്തു, ഇവിടുന്ന് താഴേക്ക് 4.5 എടുത്തു, എന്നിട്ട് ഇത് ഷേപ്പ് ചെയ്തു, ഇങ്ങനെ വരച്ചു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സ്ലീവ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വരച്ചതേക്കുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ഷോൾഡർ എടുത്തു, ഇത് യോക്ക് ലെങ്ത് ആണ്, ഇത് ഷോൾഡറിന്റെ വീതി ഹാഫ് ഷോൾഡർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടുന്ന് 2.5 ഷേപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇവിടുന്ന് 2.5 എടുത്തു, ഇത് 2.5 എടുത്തു. അത് ഇവിടെ എത്ര ആണോ എടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ സ്ലീവ് എടുത്തു. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ 3 പീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിലെ പീസ് മാറ്റി നമുക്ക് പിന്നെ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇത് ഫ്രണ്ടിലെ പീസാണ്. ഓക്കെ. ഇതാണ് നമുക്ക് 3 പീസ് ആക്കേണ്ടത്. ഈ 3 പീസ് നമുക്ക് പല ഷേപ്പിലും ചെയ്യാം, അത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എടുത്തേക്കണത് ഇങ്ങനെ റൗണ്ട് നെക്ക് ആണെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വീറ്റ് ഹാർട്ട് ആണ് സ്വീറ്റ് ഹാർട്ട്, നമുക്ക് ഇഷ്ടമുള്ള വി ആണ് വി, ഇഷ്ടമുള്ള നെക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഏത് മോഡലാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്, കണ്ടോ? ഇതാണ്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് അളവുണ്ടോ എന്ന് ചോദിച്ചാൽ അളവുണ്ട്. വേണമെങ്കിൽ നമുക്ക് അളവെടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ 5 എടുത്തേക്കണത്, ഇവിടെ 5 കൊടുക്കുക, 5. ഈ ഷേപ്പ് ആക്കി എടുക്കുക. അതിനുശേഷം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഷേപ്പാണ് ഇങ്ങനെ, അതല്ല ഇവിടെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ ഈ അറ്റത്തുനിന്ന് എടുത്തു, അതല്ല നിങ്ങൾക്ക് ഇവിടുന്നാ വേണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്താൽ മതിയാവും കേട്ടോ. ഇവിടുന്ന് എടുക്കുക, എന്നിട്ട് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കും. അപ്പൊ ഇതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ട് തന്നേക്കാണ്, ഞാൻ ഇവിടെ മാത്രം ഷേപ്പ് ചെയ്തെടുക്കാണ്. അപ്പോൾ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് നെക്ക് എടുക്കാം, ഏത് നെക്ക് വേണേലും എടുക്കാം. ഇത് മനസ്സിലായി കാണുമല്ലോ. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല. ഈ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്, 3 പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ പൈപ്പിങ് കൊടുക്കാം, ഫ്രില്ല് കൊടുക്കാം, ലേസ് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് ഫ്രണ്ടിന്റെ ആണ്. ബാക്ക് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ബാക്ക് കട്ടിൽ ചെയ്യണമെങ്കിൽ ബാക്ക് കട്ടിൽ ചെയ്യാം, പ്ലീറ്റഡ് ആണെങ്കിൽ പ്ലീറ്റഡ്. ഞാനിപ്പോ രണ്ടും പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് 3 പീസും ബാക്ക് പ്ലീറ്റഡും ആയിട്ടാണ് എടുത്തേക്കണത്. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസ്, പിന്നെ വേറെ പീസ് നമുക്ക് വെക്കാം, ഇതിനോട് മാച്ച് ചെയ്യുന്ന കളറും നമുക്ക് വെച്ചു കൊടുക്കാം. അതും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ആ രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പീസ്, ഫ്രണ്ട് പീസാണിത്. ഇത് സൈഡിലുള്ള പീസാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേറെ പീസ് അറ്റാച്ച് ചെയ്ത് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. കണ്ടോ?
ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഈ 3 പീസ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ചെയ്യാം. ഇപ്പൊ ഈ ഷേപ്പ് ഇനി ഞാൻ ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ കളർ എടുത്തിട്ട് ഇത് തയ്ച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സ്ലീവ് എടുക്കാൻ ഇത് സിമ്പിൾ മെത്തേഡാണ്. സ്ലീവ് എടുക്കാനും അതുപോലെ തന്നെ നൈറ്റിയുടെ സ്ലീവ് അല്ലാതെ ചുരിദാറിൻ്റെ ഒക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം അത് പഠിപ്പിച്ചു തരാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. സ്റ്റിച്ചിങ്ങുമായി കാണാം.